ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തൂരപ്പയർ കൃഷിയെ കുറിച്ചാണ് പറയുന്നത്. പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ടാത്ത വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒരു കൃഷി രീതിയാണ് തൂരപ്പയർ കൃഷിയുടേത്. കൃത്യമായിട്ടുള്ള നന ഉണ്ടായാൽ തന്നെ നല്ലപോലെ ചെടി വളരാനായിട്ട് സഹായിക്കും. ഞാൻ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യാറില്ല. നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റ് അതൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. നവംബർ ഡിസംബറോടൊക്കെ കൂടി ഈ ചെടിയിൽ നിറയെ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവാനായിട്ട് തുടങ്ങും. ഇതിലുണ്ടാവുന്ന എല്ലാ പെൺപൂക്കളും തന്നെ പിടിച്ച് കിട്ടാവുന്നതാണ്. കൊഴിഞ്ഞു പോക്ക് കുറവാണ്. ചെറിയൊരു മഞ്ഞ പൂവാണ് ഇതിനുണ്ടാവുന്നത്. ഇതിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഇതിൻ്റെ കായ് എടുത്തിട്ട് ഉപ്പേരി വെച്ചാൽ വളരെ നല്ലതാണ്. ഞങ്ങൾ തൃശ്ശൂർക്കാർ ഇവിടെ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും മിക്കവാറും കറികൾക്കൊക്കെ ഉപ്പേരി എന്നാണ് പറയാറ് കേട്ടോ. മറ്റു പയറുവർഗ്ഗ കൃഷികളെ പോലെയല്ല, ഇതിന് കീടങ്ങളുടെ ശല്യം ഇല്ലാത്തൊരു കൃഷി രീതിയാണ് ഇതിന്. കാണാൻ നല്ല ഭംഗിയാണ്. ഒരു പന്തൽ പോലെയാണ് ഇതുണ്ടാവുക. മഴക്കാല സമയത്ത് ഈ ചെടിയുടെ ശിഖരങ്ങളൊക്കെ വെട്ടി നിർത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴവെള്ളം കൂടിയാവുമ്പോൾ ഭാരക്കൂടുതൽ കാരണം കൊണ്ട് ചെടി മറിയാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ചെടി നട്ടിട്ട് ഏതാണ്ട് 5-6 മാസം മാത്രമേ പ്രായമായിട്ടുള്ളൂ. അപ്പോഴേക്കും ഈ ചെടിയിൽ നിറച്ച് പൂക്കളും കായ്കളൊക്കെ വന്ന് നിറയാനായിട്ട് തുടങ്ങും. മറ്റ് പയർ ചെടികളെ പോലെയൊന്നുമല്ല, ഇത് അത്യാവശ്യ കാലം ഒരു കേടും കൂടാതെ നീണ്ടു നിൽക്കുന്നതാണ്. ഇതിൻ്റെ തളിരില നോക്കിയിട്ട് നമുക്ക് ചീരയൊക്കെ ഉപ്പേരി വയ്ക്കുന്ന പോലെ നമുക്കിത് ഉപ്പേരി വയ്ക്കാവുന്നതുമാണ്. 15 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഈ ചെടി നട്ടു വളർത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഇത് ധാരാളമായിട്ടുണ്ടായിരുന്നു. 15 വർഷങ്ങൾക്ക് മുൻപ് ഈ ചെടിയുടെ വിത്ത് എൻ്റെ കയ്യിൽ കിട്ടിയത് എങ്ങനെയാണെങ്കിൽ, ഞാൻ കടയിൽ നിന്ന് വിത്തുകളൊക്കെ മേടിക്കാറുണ്ട്. ആ സമയത്ത് എൻ്റെ കയ്യിൽ വെണ്ടയുടെ വിത്തെന്ന് പറഞ്ഞ് തന്നതാണ്. വിത്ത് നട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ മുള വരികയും പെട്ടെന്ന് തന്നെയാണ് ചെടിയുടെ വളർച്ചയും ഉണ്ടാകുന്നത്. കുറച്ച് ദിവസത്തിൽ തന്നെ ഇല വന്നു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ചെടി വേറെയാണെന്നുള്ളത്. പിന്നെ വ്യത്യസ്തമായ ഇലകൾ കണ്ടപ്പോൾ എന്താ ചെടിയെന്ന് അറിയാനായിട്ട് കൗതുകമായിരുന്നു. ചെടി വളരുന്നത് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും നമ്മൾ നോക്കി ഇരുന്നിരുന്നത്. പിന്നീട് ചെടി വളർന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ചെടീനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിച്ചത്. നമ്മളിത് തൂരപ്പയറാണ് എന്ന് പറയുകയാണെങ്കിൽ പോലും നമുക്കിത് പൊളിച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉണങ്ങിയ വിത്തെടുത്ത് നമ്മൾ പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സാമ്പാർ വയ്ക്കുന്ന സാധാരണ തൂരപ്പരിപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന തൂരപ്പയർ കൃഷി നിങ്ങളും കൃഷി ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.